കർവ് ഫിറ്റിംഗ്. അതായത് കോറിലേഷൻ മൊഡ്യൂൾ 3 ആണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് കർവ് ഫിറ്റിംഗ്. ഹിയർ we have already studied the behavior of a single variable characteristic by analyzing a univariate data using the summary measures, measures of central tendency, measures of dispersion, measures of skewness, and measures of kurtosis. Very often in practice, a relationship is found to exist between two variables. For example, there may exist some relation between heights and weights of a group of students. Heights and weights of a group of students. The yield of a crop is found to vary with the amount of rainfall over a particular period. The prices of some commodities may depend upon their demands in the market, etc. That is, there is a relationship between two or more variables. നമ്മൾ ഇതിൽ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ് ആണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹൈറ്റും വെയ്റ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ഒരു ക്രോപ്പ് ഉണ്ടാവാൻ വേണ്ടി അതിൻ്റെ എമൗണ്ട്, ക്രോപ്പ് ഉണ്ടാവാൻ അതിൻ്റെ റെയിൻഫോളും അതിൻ്റെ ടൈം പീരീഡ്, അതിൻ്റെ സോയിൽ, അതൊക്കെ എന്താണ്, അതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം മൾട്ടിപ്പിൾ വാരിയബിൾസ് ആണ് അതൊക്കെ. മൾട്ടിപ്പിൾ വാരിയബിൾസ് ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലെങ്കിൽ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ വാരിയബിൾസ് ആൻഡ് ദ പ്രൈസ് ഓഫ് സം കമോഡിറ്റീസ് മേ ഡിപ്പെൻഡ് അപ്പോൺ ദെയർ ഡിമാൻഡ്സ് ഇൻ മാർക്കറ്റ് എക്സെട്ര. അപ്പോൾ അതൊക്കെ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ് ആണ് പറയുന്നത്. It is frequently desirable to express this relationship in mathematical form by formulating an equation connecting the variables and to determine the degree and nature of the relationship between the variables. Curve fitting, correlation and regression respectively serve these purposes. അതായത് അപ്പോൾ ഈ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്കതിനെ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, നമുക്കതിനെ എന്ത് ചെയ്യാം, ആൻഡ് ടു ഡിറ്റർമൈൻ ദ ഡിഗ്രി ആൻഡ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ്. അപ്പോൾ അതൊക്കെയാണ് എന്ത് കർവ് ഫിറ്റിങ്ങിൽ, കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ഈ 3 ചാപ്റ്റേഴ്സിലും പറയുന്നത്. നമ്മുടെ ഈ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളത് കർവ് ഫിറ്റിംഗ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വാരിയബിൾസ് ആണ് പറയുന്നത്. ഓക്കെ, അത് എക്സ്, വൈ, സെഡ് എന്ന് പറയുന്നത് 3 വാരിയബിൾസ് ഉണ്ട്. അത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊരു ഇക്വേഷൻ വഴി എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വൈയും എക്സും 2 വാരിയബിൾസ് ഓൺലി ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു a പ്ലസ് എക്സ്, അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഇക്വേഷൻ കണക്റ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. അതാണ്, അതായത് ഈ റിലേഷൻഷിപ്സ് ആണ് ഈ 3 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നത്: റിഗ്രഷൻ, കോറിലേഷൻ ആൻഡ് കർവ് ഫിറ്റിംഗ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആണ് കർവ് ഫിറ്റിംഗ്. കർവ് ഫിറ്റിംഗിൽ let x be an independent variable and y be a variable depending on x. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആൻഡ് വൈ be a variable depend on x. അപ്പോൾ here we say that y is a function of x and to say y equal to f of x. അതായത് y equal to f of x എന്ന് പറയുന്നത് y is a function of x എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. y is equal to f of x means f of x, that is function of x, that is y depends on x ആണ്. Here x is independent variable and y is dependent variable, that is y depends on x, that is y equal to f of x and x is then y is a function of x. Therefore y depends on x and x is independent variable. അപ്പോൾ 2 വാരിയബിൾസ് ആണ്, ഒന്ന് ഇൻഡിപെൻഡൻറ്റും ഒന്ന് ഡിപ്പെൻഡൻറ്റ് വാരിയബിളും. ആൻഡ് if f of x is a non function, then for any allowable values x1, x2, etc. xn of x, we can find the corresponding values y1, y2, etc. yn of y and thereby determine the pairs x1, y1, x2, y2, etc. xn, yn which constitute a bivariate data. These pairs of values of a x and y gives us n points on the curve y equal to f of x. അതായത് y equal to f of x എന്ന് പറയുന്നത് വൈൻ്റെ y വാല്യൂസ് ആണ് എന്ത്, y1, y2, etc. yn ആൻഡ് x വാല്യൂസ് എന്ന് പറയുന്നത് x1, x2, etc. xn. അതായത് y വാല്യൂസിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് സം xn, x വാല്യൂസും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ y equal to f of x എന്ന് പറയുന്നതിന് y വാല്യൂസും x വാല്യൂസും y equal to f of x ആണല്ലോ. അപ്പോൾ x1, y1 ഒരു പെയർ ഓഫ് വാല്യൂ ആൻഡ് x2, y2 അനദർ പെയർ ഓഫ് വാല്യൂ, xn, etc. xn, yn അനദർ പെയർ ഓഫ് വാല്യൂസ്. ആൻഡ് ദിസ് പെയർ ഓഫ് വാല്യൂസ് x1, y1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ x1, y1 എന്ന് പറയുന്ന x ആക്സിസിലും y ആക്സിസിലും പോയിന്റ് മാർക്ക് ചെയ്യുക. x1, y1 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. അതേപോലെ x2, y2 എന്ന് പറയുന്ന പോയിന്റ് x, etc. xn, yn എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരയ്ക്കാം, ഒരു ഗ്രാഫ് കിട്ടും. ദാറ്റ് ഈസ് ദീസ് പെയർസ് ഓഫ് വാല്യൂസ് ഓഫ് x ആൻഡ് y വാല്യൂസ് give us n points on the curve y equal to f of x. അപ്പോൾ ഇത് ഈ കർവ് ഈ പോയിൻറ്റ്സ് ഒക്കെ യോജിപ്പിക്കുന്നത് നമുക്ക് y equal to f of x എന്ന് പറയുന്ന ഒരു കർവ് കിട്ടും. ഓക്കെ, അതാണ് കർവ് ഫിറ്റിങ്ങിൽ പറയുന്നത്.
Suppose we consider the converse problem, that is, suppose we are given n values x1, x2, etc. xn of an independent variable x and corresponding values y1, y2, etc. yn of variable y depending on x. അതായത് നമ്മൾ നേരെ തിരിച്ചെടുക്കും. നേരത്തെ y = f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് അതിൽ നിന്ന് y വാല്യൂസും x വാല്യൂസും പറയുന്നത്. ഇതിൽ നമ്മൾ ഇവിടെ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ആദ്യം x1, x2, etc. xn y എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും y1, y2, etc. y എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് y വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സും. Then the pairs x1, y1, x2, y2, etc. xn, yn give us n points in the xy plane. Generally, it is not possible to find the actual curve y = f of x that passes through these points. നമുക്ക് ഇങ്ങനെ curve വരച്ച് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ curve വരച്ച് കഴിഞ്ഞാലും y = f of x എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ curve അല്ല കിട്ടുക. that passes through these points. Hence we try to find curve that serves as a best approximation to the curve y = f of x. Such a curve is referred to as the curve of best fit. അതായത് x വാല്യൂസും y വാല്യൂസും ആൻഡ് x ഇൻഡിപെൻഡൻറ്റ് വാല്യൂസാണ്, y എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വാല്യൂസാണ്. ഓക്കെ, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് എക്സ് വാല്യൂസും കുറച്ച് വൈ വാല്യൂസും എടുത്തു കഴിഞ്ഞ് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കേർവ് എന്ന് പറയുന്നത് എക്സാക്റ്റ് എന്താ കേർവ് ആയിരിക്കില്ല. y = f of x എന്ന് പറയുന്നതിൻ്റെ എക്സാക്റ്റ് കേർവ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഹെൻസ് വി ട്രൈ ടു find a curve that serves as a best approximation to the curve y = f of x. അതായത് നമുക്ക് എന്താ കിട്ടേണ്ടത്? അപ്പോൾ നമ്മൾ വി ട്രൈ ടു ഫൈൻഡ്, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബെസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കേർവ് നമ്മൾ കണ്ടെത്തണം. y = f of x എന്ന് പറയുന്നത്. സച്ച് എ കേർവ് ഈസ് റിഫർഡ് ടു ആസ് ദ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അപ്രോക്സിമേറ്റഡ് ആയിട്ടുള്ള കേർവ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സാക്റ്റ് കേർവ് ആണ് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എക്സാക്റ്റ് കേർവ് കിട്ടണം. ആ എക്സാക്റ്റ് കേർവിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ദ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് എ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഈസ് കോൾഡ് കേർവ് ഫിറ്റിംഗ്. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? കേർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ് ജനറലി, ദറ്റ് ഈസ് ഡിറ്റർമൈനിങ് ദ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഈസ് കോൾഡ് കേർവ് ഫിറ്റിംഗ്. ദ മെത്തേഡ് ജനറലി എംപ്ലോയ്ഡ് ഫോർ കേർവ് ഫിറ്റിംഗ് ഈസ് നോൺ ആസ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ബിലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ജനറലി എംപ്ലോയ്ഡ് ഫോർ കേർവ് ഫിറ്റിംഗ് ഈസ് നോൺ ആസ് ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സിൽ പറയുന്നത് ദിസ് ഈസ് എ മെത്തേഡ് ഫോർ ഫൈൻഡിങ് the unknown coefficients in a curve that serves as a best approximation to the curve y = f of x. അപ്പോൾ unknown coefficients in a curve that serves as a best approximation to the curve, and അതായത് x1 y1 എന്ന് പറയുന്ന വാല്യൂസ് കാണുന്നത്. ഓക്കെ, ബെസ്റ്റ് പോയിൻറ്റ്സ് കാണുക. ഓക്കെ, ആൻഡ് ദ ബേസിക് ഐഡിയാസ് ഓഫ് ദിസ് മെത്തേഡ് were created by A.M. Legendre and C.F. Gauss. The principle of least squares says that the sum of the squares of the error between the observed values and the corresponding estimated values should be the least. Method of least square ൽ പറയുന്നത് the principle of least squares says that the sum of the squares of the error between the observed values and the corresponding estimate. നമുക്ക് ഒബ്സർവ് ചെയ്ത വാല്യൂ ഉണ്ടാകും, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയ വാല്യൂസ് ഉണ്ടാകും. x1 y1 എന്ന് പറയുന്ന ഒബ്സർവ് ചെയ്ത വാല്യൂസ് ഉണ്ടാകും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. അത് തമ്മിലുള്ള എറർ, അത് തമ്മിലുള്ള ഡിഫറൻസും, അതായത് ദ സ്ക്വയർ ഓഫ് ദ എറർ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റഡ് വാല്യൂസ്, അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കണം? ഷുഡ് ബി ദ ലീസ്റ്റ്. അതായത് സ്ക്വയർ 0 ആയിരിക്കണം, അല്ലെങ്കിൽ മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ ലീസ്റ്റ് ആയിരിക്കണം. അതാണ് എന്ത്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ എറർ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റഡ് വാല്യൂസ് ഷുഡ് ബി ദ ലീസ്റ്റ്. സപ്പോസ് ഇറ്റ് ഈസ് ഡിസൈഡ് ടു ഫിറ്റ് എ kth degree curve given by y = a0 plus a1x plus a2x square plus etc plus ak x raised to k എന്ന് പറയുന്ന നമുക്ക് kth ഡിഗ്രി കേർവ് ആണ്. അപ്പോൾ അതിൽ y എന്ന് പറയുന്ന എക്സിൻ്റെ ഫംഗ്ഷനാണ് ഒരു ഇക്വേഷൻ. a0 a1x a2x square plus etc plus ak x raised to k, and to the given pairs of observations x1 y1 x2 y2 etc x and y എന്ന് പറയുന്ന given pairs of observation, the curve has k plus 1 unknown constants അല്ലേ, a0 മുതൽ ak വരെ. അപ്പോൾ k plus 1 unknown constants ഉണ്ട്. And hence if n equal to k plus 1 we get k plus 1 equations on substituting the values of x1 y1. അപ്പോൾ n equal to k plus 1 ആയതുകൊണ്ട് we get k plus 1 equations on substituting the values of x1 y1. സ്വാഭാവികമായിട്ടും x1 y1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അൺനോൺ k plus 1 ആയതുകൊണ്ട് k plus 1 ഇക്വേഷൻസ് കിട്ടണം.
This gives unique solution to the values a0, a1, a2, etc. an. However, if n greater than k plus 1, no unique solution is possible, and we use this method of least squares. n greater than എന്ന് പറയുന്നത് greater than k plus 1 ആകുമ്പോൾ no unique solution is possible, and we use the method of least squares. ഓക്കെ, നമുക്ക് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് വൈ വാല്യൂസ് ആണ്. വൈ ഇ എന്ന് പറയുന്നത് a0 പ്ലസ് a1 x പ്ലസ് a2 x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ak x റൈസ് ടു k വിത്ത് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് y when x takes the values xy, but the corresponding observed values of y is ya. Hence, if ei is the residual or error for these points, this point ei is equal to yi minus yi. ഓക്കെ, വൈ ഐ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂസ് ആണ് വൈ ഐ എന്ന് പറയുന്നത്, എസ്റ്റിമേറ്റഡ് വാല്യൂസ് ആണ് വൈ ഇ. വൈ ഐ മൈനസ് വൈ ഇ എന്ന് പറഞ്ഞാൽ വൈ ഐ മൈനസ് വൈ ഇ നമുക്കറിയാം a0, വൈ എന്താണ് a0 പ്ലസ് a1 x പ്ലസ് a2 x സ്ക്വയർ ആണ്. വൈ ഐ മൈനസ് വൈ ഇ എന്ന് പറയുമ്പോൾ വൈ ഐ മൈനസ് a0 മൈനസ് a1 x പ്ലസ് a1 x മൈനസ് a2 x i സ്ക്വയർ etc. minus ak xi raised to k. To make the sum of squares minimum, we have to minimize s capital S equal to sigma equal to 1 to n ei square is equal to sigma equal to 1 to n yi minus a0 minus a1 xi minus a2 xi square minus etc. minus ak xi raised to k all square. By differential calculus, capital S will have its minimum value when dou s by dou a not equal to 0, dou s by dou a1 is equal to 0, etc. dou s by dou ak is equal to 0. അതായത് ഇ ഐ എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂസും എസ്റ്റിമേറ്റഡ് വാല്യൂ എററാണ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂസും എസ്റ്റിമേറ്റഡ് വാല്യൂസും. ആൻഡ് ടു മേക്ക് ദ സം ഓഫ് സ്ക്വയർസ് മിനിമം, അതായത് സം ഓഫ് സ്ക്വയർ എന്തായിരിക്കണം, മിനിമം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും, എസ് എന്ന് പറയും. ദാറ്റ് ഇസ് സിഗ്മ ഇ ഐ സ്ക്വയർ ആണ് എന്ത്, സം ഓഫ് സ്ക്വയേഴ്സ്, എറർ ബിറ്റ്വീൻ സം ഓഫ് സ്ക്വയർ അല്ല സം ഓഫ് സ്ക്വയർ ഓഫ് എറർ ബിറ്റ്വീൻ വൈ ഐ ആൻഡ് വൈ ഇ. ദിസ് ഇസ് ഈക്വൽ ടു എന്താ, സിഗ്മ വൈ ഐ മൈനസ് എ നോട്ട് മൈനസ് എ വൺ എക്സ് ഐ എക്സെട്ര മൈനസ് എ കെ എക്സ് ഐ റൈസ് ടു k all square. Equation number 2. And by differential calculus, s will have its minimum values when നമുക്കറിയാം by using differential calculus ഡോ ഇത് എസ് എപ്പോഴാണ് മിനിമം ആവുക, ഡോ എസ് ബൈ ഡോ എ നോട്ട് ഈക്വൽ ടു 0 ആവണം, ഡോ എസ് ബൈ ഡോ എ വൺ ഈക്വൽ ടു 0 എക്സെട്ര ഡോ എസ് ബൈ ഡോ എ കെ ഈസ് ഈക്വൽ ടു 0. by theorem of differential calculus we know s is minima only when dou s by dou a not equal to 0, dou s by dou a1 equal to 0, etc. dou s by dou ak is equal to 0, which gives k plus 1 equations called normal equations. ഈ ഓരോ അപ്പോൾ നമുക്ക് k plus 1 അൺനോൺസ് ഉണ്ട്. അപ്പോൾ ഈ k plus 1 ഇക്വേഷൻസ് നമുക്ക് കിട്ടും പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ k plus 1 ഇക്വേഷൻസിന് നമ്മൾ എന്താ പറയുക, ഈ ഡോ എസ് ബൈ ഡോ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷൻ, ഡോ എസ് ബൈ ഡോ എ വൺ ഈക്വൽ ടു 0 എന്ന് സെക്കൻഡ് ഇക്വേഷൻ, അങ്ങനെ k plus 1 ഇക്വേഷൻസ് ഉണ്ടാവും എ നോട്ട് മുതൽ എ കെ വരെ. അപ്പോൾ ബൈ സോൾവിങ് ദിസ് k plus 1, ഈ k plus 1 ഇക്വേഷൻസിനാണ് നമ്മൾ എന്താ പറയുന്നത് നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോൾവിങ് ദീസ് ഇക്വേഷൻസ് വി ഗെറ്റ് ദ ബെസ്റ്റ് വാല്യൂ ഓഫ് എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ കെ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് ദ കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ദാറ്റ് ഈസ് ഇക്വേഷൻ 1 എന്തായിരുന്നു, ഇക്വേഷൻ 1 ഈസ് y is equal to a naught plus a1 x plus a2 x square plus etc. plus ak x raised to k എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ ദിസ് a1 a നോട്ട് a1 a2 എക്സെട്ര a k എന്ന് പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദ കർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് കിട്ടും. ഓക്കെ.